ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഉൽപ്പത്തിയെക്കുറിച്ച് പറയുമ്പോൾ ഈ പുസ്തകം ആരംഭങ്ങളുടെ പുസ്തകമാണ്. പിശാച് ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് ഉൽപ്പത്തിയും വെളിപ്പാടും. ഉൽപ്പത്തി ഇല്ലാതായാൽ ക്രിസ്തീയ വിശ്വാസം ഇല്ലാതാകും. അതുപോലെ തന്നെ സാത്താൻ്റെ രംഗപ്രവേശനത്തെക്കുറിച്ച് പറയുന്നതും ഈ പുസ്തകത്തിലാണ്. സാത്താൻ വെളിപ്പാട് പുസ്തകത്തെ വെറുക്കുന്നതിൻ്റെ കാരണം സാത്താൻ്റെ നാണം കെട്ടുള്ള മടങ്ങിപ്പോക്ക് പറയുന്നത് ഇവിടെയാണ്. ഉൽപ്പത്തിയിൽ 1-2 അധ്യായങ്ങളിൽ പറയുന്നത് ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. 1-ാം ദിവസം ഇരുട്ടിനെ വെളിച്ചത്തിൽ നിന്നും, 2-ാം ദിവസം ആകാശത്തെ സമുദ്രത്തിൽ നിന്നും, 3-ാം ദിവസം കരയെ വെള്ളത്തിൽ നിന്നും വേർതിരിച്ചു. രൂപം കൊടുത്ത ഭൂമിക്ക് സൃഷ്ടിയെ കൊണ്ട് നിറച്ചു. 4-ാം ദിവസം പകലിനും രാത്രിക്കും ആകാശത്തേക്ക് സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ നൽകി. 5-ാമത്തെ ദിവസം ആകാശത്തിലും കടലിലും ദൈവം പക്ഷികളെയും മത്സ്യങ്ങളെയും നൽകി. 6-ാമത്തെ ദിവസം ഭൂമിയിലേക്ക് ദൈവം ജീവജാലങ്ങൾ, സസ്യങ്ങൾ, മൃഗങ്ങൾ, മനുഷ്യർ ഇവയെ നൽകുന്നു. 6 ദിവസം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചത്തിൽ 7-ാം ദിവസം ദൈവം വിശ്രമിക്കുകയാണ് ചെയ്യുന്നത്. സൃഷ്ടിയുടെ ധർമ്മം ദൈവത്തിന് ആരാധന സമർപ്പിക്കുക എന്നത് മാത്രമാണ്. ഏദൻ തോട്ടം ദൈവം മനുഷ്യന് കൊടുക്കുമ്പോൾ എല്ലാ അനുഗ്രഹങ്ങളുടെയും നടുവിൽ ഒരു വിലക്കപ്പെട്ട കനി വയ്ക്കുന്നു. മനുഷ്യൻ്റെ ജീവിതം ആണ് ഏദൻ തോട്ടം. എല്ലാ അനുഗ്രഹങ്ങൾക്കും നടുവിൽ നമ്മുടെ ജീവിതത്തിലും ഒരു വിലക്കപ്പെട്ട കനിയുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ജീവിതം നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ പരിമിതികളെ നമ്മൾ അംഗീകരിക്കണം. നന്മയും തിന്മയും തീരുമാനിക്കേണ്ടത് ദൈവമാണ് എന്നതാണ് നന്മ തിന്മ അറിവിൻ്റെ വൃക്ഷത്തിൽ നിന്നും പഴം പറിച്ചു തിന്നരുത് എല്ലാം നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് പറയുന്നു. അതുകൊണ്ട് ദൈവം മനുഷ്യന് ചേർന്ന ഇണയെ നൽകി. പുരുഷന്റെ വാരി എല്ല് കൊണ്ട് സ്ത്രീയെ സൃഷ്ടിച്ചു. വാരി എല്ല് ഹൃദയത്തെ പൊതിഞ്ഞു നിൽക്കുന്നു. അതായത് കുറെ കൂടി ആഴമായ ഒരു ഹൃദയബന്ധമാണ് ഭാര്യ-ഭർതൃ ബന്ധം. ദൈവത്തിൻ്റെ ഛായയിലും സദൃശ്യത്തിലും സൃഷ്ടിച്ച നമ്മൾ പിതാവിൻ്റെ മക്കളാണ്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് ഉൽപ്പത്തി പുസ്തകം 1 മുതൽ 2 വരെ ഉള്ള അധ്യായങ്ങളിലെ ചെറിയ വാചകങ്ങളാണ്.